നമുക്കൊപ്പം ലിജോ കൂടി ചേർന്നു. ലിജോ, ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വിമാനത്തിനുള്ളിൽ അജിത് പവാറും ഉണ്ടായിരുന്നു എന്നാണ്. അജിത് പവാറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. സേതു, അത്തരത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി സി എം ആയിട്ടുള്ള അജിത് പവാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത്, അതായത് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യത ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ബാരാമതിയാണ്, സ്വാഭാവികമായും കുറെ കൂടി നഗരത്തിൽ നിന്ന് വിട്ടുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വാർത്തകൾ പുറത്തു വരുന്നതിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അജിത് പവാറിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയും അതോടൊപ്പം തന്നെ ടൈംസ് നൗ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തരത്തിലാണ്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു സ്വകാര്യ എയർക്രാഫ്റ്റ് ആണ്, ഏതാണ്ട് 8 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. അത് പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് ആ എയർക്രാഫ്റ്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. അതിൽ നിന്ന് പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ലിജോ, ബാരാമതിയിൽ ഇന്ന് രാവിലെ ഈ ബാരാമതിയിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു അജിത് പവാർ എന്നൊക്കെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ബാരാമതിയിലേക്ക് പോകുന്ന വഴിയിലാണ് അജിത് പവാറിന്റെ സ്വകാര്യ എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിനിടെ തകർന്നു വീഴുന്നത്. അത് പൂർണ്ണമായി കത്തി അമരുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ അജിത് പവാർ അതിൽ ഉണ്ടായിരുന്നു എന്ന സംശയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഈ എയർക്രാഫ്റ്റ് തകർന്നു വീഴുകയും അത് വലിയ തീഗോളമായി അത് കത്തിപ്പടരുകയുമായിരുന്നു. അങ്ങനെ അത് കത്തി അമർന്നതിന് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. അങ്ങനെ ആ നമുക്ക് കാണാം, മരച്ചില്ലകളും മറ്റും എടുത്ത് തീ അണയ്ക്കുന്ന ആളുകൾ, അത് മരച്ചില്ലകൾ ഉപയോഗിച്ച് അടക്കം തീ അണയ്ക്കുന്ന ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള തടസ്സമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരാമതി അടക്കമുള്ള പ്രദേശം എന്ന് പറയുന്നത് ശരത് പവാറിന്റെയും അതോടൊപ്പം തന്നെ അജിത് പവാറിന്റെയും ഹോം ടർഫാണ്. അവിടെ അത്രത്തോളം സ്വാധീന ശക്തി ഉള്ള രാഷ്ട്രീയപരമായി ഉള്ളതാണ്. ആ ഒരു ഗ്രാമമേഖലയിലേക്ക് പോകുന്നതിനിടയിലാണ് വിമാനം തകർന്നു വീഴുകയും അതിൽ കത്തി അമരുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അജിത് പവാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് അജിത് പവാർ ഉണ്ടോ എന്ന സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 6 പേരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന. 6 പേർക്കും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള അജിത് പവാർ ആണ് എന്നുള്ളതാണ്. എന്താണ് അപകട കാരണം, ലാൻഡിങ്ങിനിടെ എന്ത് പ്രശ്നം കൊണ്ടാണ് വിമാനം തകർന്നു വീണത്, ഈ സ്വകാര്യ ജെറ്റ് വിമാനം തകർന്നു വീണതെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു വിവരം, അജിത് പവാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും അജിത് പവാറിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ ബാരാമതി അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിലേക്കാണോ മാറ്റിയത്, അതിനുശേഷം അവിടെ നിന്ന് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാനായി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആകെ എത്ര പേരുണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ ഉണ്ടോ? നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 6 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു സ്വകാര്യ എയർക്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി അജിത് പവാർ ഉപയോഗിക്കുന്ന വിമാനമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിജോയിലേക്ക് ഞാൻ മടങ്ങി വരാൻ. ലിജോ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ സ്വകാര്യ വിമാനം തകർന്നു വീണു. ബരാമതിയിലാണ് എമർജൻസി ലാൻഡിങ്ങിനിടെ ഈ അപകടമുണ്ടായത്. ഇപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റുന്ന വാർത്തകൾ അനുസരിച്ച് ഈ വിമാനത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അജിത് പവാർ ഉണ്ടായിരുന്നു എന്നാണ് വരുന്ന വിവരങ്ങളൊക്കെ. ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വിവരമാണത്. മാത്രമല്ല ഈ വിമാനത്തിനുള്ളിൽ 6 പേരുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. ഈ നിലവിലെ ഈ സംഭവം നടന്നതിന് പിന്നാലെയുള്ള ദൃശ്യങ്ങൾ കാണാം. ഏറെക്കുറെ അല്ലാതെ പൂർണ്ണമായിട്ടും ആ വിമാനം കത്തി അമർന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും തീ ഉയരുന്നുണ്ട്. അവിടേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ആരൊക്കെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്, എന്താണ് അജിത് പവാറിന്റെ നിലവിലെ ആരോഗ്യനില എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇനി ഒരു ബ്രീഫിംഗ് ഒക്കെ വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ലിജോ തുടരുന്നുണ്ട് നമുക്കിപ്പം. ലിജോ, പുതിയ അപ്ഡേറ്റ്. സേതു, അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തേക്ക് വരുന്നത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള അജിത് പവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി, ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത്രത്തോളം ഗുരുതരമായ പരിക്കുകളോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. ചില എക്സ് ഹാൻഡിലുകൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില
വളരെ മോശമായ സാഹചര്യത്തിലായിരുന്നുവെന്നും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ അതീവ ഗുരുതരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നും ചില അക്കൗണ്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ മാധ്യമങ്ങൾ പലതരത്തിലാണ് ഈ വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 6 പേരുടെ നിലയും അതീവ ഗുരുതരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം പൂർണ്ണമായും വിമാനം കത്തി അമർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ പൊള്ളലേറ്റ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിമാനത്തിന് തൊട്ടടുത്തുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ അത് പൂർണ്ണമായും അവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങളടക്കം പൂർണ്ണമായും കത്തി അമർന്ന നിലക്ക് അവരുടെ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പരിക്കുകൾ അവർക്ക് ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അജിത് പവാർ അടക്കമുള്ള ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്കിനിയും വ്യക്തത വരേണ്ടതുണ്ട്.